മക്കളെങ്ങനെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതായത് 10/11/2025 ചേർന്ന PSC യോഗ തീരുമാനമായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് ജയിലർ ഉൾപ്പെടെയുള്ള 54ഓളം തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 28-ാം തീയതിയാണ്. 28/11/2025 ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുറത്തിറങ്ങുക. എന്താണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പ്രത്യേകത? മക്കളെ, 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരിക. അതിൽ ഒന്നാമത്തത് ആംഡ് പോലീസിലേക്കാണ്, രണ്ടാമത്തത് KCP-യിലേക്കാണ്. ആംഡ് പോലീസ് എന്ന് പറഞ്ഞാൽ ബറ്റാലിയനുകളിലേക്കായിരിക്കും. ബറ്റാലിയനുകൾക്ക് സാധാരണ നിയമനം വളരെ കുറവായിരിക്കും. KCP എന്ന് പറഞ്ഞാൽ കേരള സിവിൽ പോലീസാണ്. അതായത് സ്റ്റേഷൻ ചാർജ് കിട്ടുന്ന സബ് ഇൻസ്പെക്ടർ വരുന്നത് KCP-യിലാണ്. ഈ 2 നോട്ടിഫിക്കേഷനും 28-ാം തീയതി വരാൻ പോവുകയാണ്. നല്ലൊരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം മനസ്സിലിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുക. ഇതിലെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ, അതായത് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് പ്രധാനമായിട്ടും 2 കാറ്റഗറികളിലായിട്ട് വിളിക്കും. ഒന്ന് ഓപ്പൺ കാറ്റഗറിയാണ്, അതായത് എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന കാറ്റഗറി. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ നമ്മുടെ ആംഡ് പോലീസിലേക്ക് എഴുതാൻ കഴിയുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആംഡ് പോലീസിലേക്ക് എഴുതാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് കോൺസ്റ്റാബിളറി ആണ്. നിലവിൽ CPOമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, സിവിൽ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എഴുതാൻ കഴിയുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് കോൺസ്റ്റാബിളറി എന്ന് പറയുക. രണ്ടാമത്തത് KCP-യിലേക്കാണ്, കേരള സിവിൽ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സ്റ്റേഷൻ ചാർജ് വരുന്ന പ്രിൻസിപ്പൽ SI ഒക്കെ ആകാൻ കഴിയുന്ന ആ ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനമൊക്കെ വരുന്ന ആ ഒരു പോസ്റ്റാണ് KCP-യിലെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുക. ഇത് പ്രധാനമായിട്ടും 3 കാറ്റഗറികളിലായിട്ടാണ് വിളിക്കുക. 3 കാറ്റഗറികൾ. ഒന്നാമത്തത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓപ്പൺ കാറ്റഗറിയാണ്, എല്ലാവർക്കും എഴുതാൻ കഴിയുന്നത്. അതായത് മെയിലിനും ഫീമെയിലിനും എല്ലാവർക്കും എഴുതാൻ കഴിയുന്നതാണ് ഓപ്പൺ കാറ്റഗറി. രണ്ടാമത്തത് മിനിസ്റ്റീരിയലാണ്. മിനിസ്റ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിലവിൽ പോലീസിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മിനിസ്റ്റീരിയൽ. മൂന്നാമത്തത് കോൺസ്റ്റാബിളറി ആണ്, അതായത് CPOമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ 80 സീറ്റ്, അതായത് 100 സീറ്റ് വരികയാണെങ്കിൽ 100-ൽ 80 സീറ്റ് പോകുന്നത് ഓപ്പൺ കാറ്റഗറിക്കായിരിക്കും, 10 സീറ്റ് പോകുന്നത് കോൺസ്റ്റാബിളറിക്കായിരിക്കും, 10 സീറ്റ് പോകുന്നത് മിനിസ്റ്റീരിയലായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ KCP-യിലെ സ്ട്രെങ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ഈ രീതിയിലായിരിക്കും അവർക്ക് വേക്കൻസി പോവുക. അപ്പോൾ ആ 2 നോട്ടിഫിക്കേഷനും 28-ാം തീയതി വരികയാണ്. അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നമ്മുടെ പ്രിസൺ ആൻഡ് കറക്ഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിലവിൽ സബ് ഇൻസ്പെക്ടറുടെ സ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, നിലവിലൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് 508/2024, 510/2024 2 കാറ്റഗറി നമ്പറുകളിലുള്ള മെയിൻസ് പരീക്ഷയുടെ മാർഗ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 508/2024 APSC നോക്കിയാൽ 52 പേരാണ് ലിസ്റ്റിലുള്ളത്. 62.67 ആയിരുന്നു കട്ട് ഓഫ്. എന്നാൽ ഇതിന് തൊട്ടു മുൻപ് നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ആയ 575/23 എന്ന് പറയുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ ആളുകളുടെ എണ്ണം, ആ മെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 52 ആയിരുന്നു. കട്ട് ഓഫ് പക്ഷേ 52.33 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 മാർക്കോളം കട്ട് ഓഫ് ആംഡ് പോലീസിൽ കൂടിയിട്ടുണ്ട്, ആംഡ് സബ് ഇൻസ്പെക്ടറിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ ആളുകളുടെ എണ്ണത്തിൽ മാറ്റവുമില്ല. രണ്ടാമത്തത് 510/2024 എന്ന് പറയുന്ന KCP SI ആണ്. അവിടെ 329 പേരെയാണ് ഇത്തവണ ഉൾപ്പെടുത്തിയത്. കട്ട് ഓഫ് വന്നത് 57 ആണ്. 572/23 എന്ന് പറയുന്ന തൊട്ട് മുൻപത്തെ KCP-യുടെ നോക്കിയാൽ 322 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. 47 മാർക്കാണ് കട്ട് ഓഫ്. അവിടെയും 10 മാർക്ക് കട്ട് ഓഫ് കൂടുതലായിട്ട് വന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ കട്ട് ഓഫ് കൂടുന്നുണ്ട്. തീക്ഷ്ണമായിട്ട് സബ് ഇൻസ്പെക്ടർ ലക്ഷ്യം വെക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആയത്തിൽ പഠിക്കുക, കുറച്ചുകൂടി കാര്യമായി പഠിക്കുക, കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി പഠിക്കുക. നിലവിൽ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുള്ളൂ അതിനേക്കാൾ കൂടുതൽ ഫോഴ്സിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് SI നോക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ പറയുന്ന പരീക്ഷകൾക്ക് കൂടി നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കാനായിട്ട്, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടി ചേർത്ത് പഠിക്കാനായിട്ട് നിങ്ങളൊന്ന് ഒന്ന് വെച്ചേക്കുക. ഓക്കെയാണ്, സെറ്റാണ്. ഇനി നോക്കിയടാ, ഇതാണ് നിലവിലത്തെ KCP SIയുടെ, അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ KCP SIയുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം പോയിട്ടുള്ള അഡ്വൈസ്. 17 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. അതായത് 9/6/2025 റാങ്ക് ലിസ്റ്റ് വന്നത്. 9/6/2026 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 31/10/2025 എന്ന് പറഞ്ഞാൽ 6 മാസങ്ങൾ പിന്നിടുമ്പോൾ 17 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇനി 6 മാസം കൂടെ ഉണ്ട്. അവസാന സമയമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതൽ വേക്കൻസി പോകുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ 10 റാങ്ക് വരെയാണ് OC-യിൽ നിന്ന് പോയിട്ടുള്ളത്. ഈഴവ 13,
SC ആണെങ്കിൽ 24, മുസ്ലിം 37, OBC 25, ബൈ ട്രാൻസ്ഫർ മിനിസ്റ്റീരിയൽ 1, ബൈ ട്രാൻസ്ഫർ കോൺസ്റ്റാബുലറി 1, അതേപോലെ തന്നെ EWS 15. ഈ രീതിയിലാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത്. നിലവിലത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലാസ്റ്റിലത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 2,13,811 പേരാണ് KCPSIയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ആംഡ് ആണെങ്കിൽ 1,06,067 ആംഡ് SIയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആപ്ലിക്കൻസും പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, കട്ട് ഓഫ് കൂടുന്നുണ്ട്, ആളുകളുടെ എണ്ണമാണെങ്കിൽ ലിസ്റ്റിൽ കൂടുന്നില്ല, കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കട്ട് ഓഫിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് SIക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കട്ട് ഓഫ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി കാര്യമായിട്ട് പഠിക്കാം. അല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID ഈ പറയുന്ന പോസ്റ്റുകൾക്ക് കൂടി വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാം. ഏതാണോ നമ്മുടെ മുൻപിലേക്ക് വരിക ആ ഒരു എക്സാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഇത്രയും അവസരങ്ങളുണ്ട്. ഇത്രയും അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കോമൺ ബാച്ചിന്റെ പ്രത്യേകത ഇതാണ്. ഇതിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷ വരുമ്പോൾ ഇതിൽ ഏതിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ ആ സ്പെഷ്യൽ ടോപ്പിക് എല്ലാ പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഗൈഡൻസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ആക്സസ് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് സ്കോഡ് ബാച്ച് എന്ന് പറയുക. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് മക്കളെ നിങ്ങൾ നേരെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് എന്ന് കാണാൻ കഴിയും. 5,009 രൂപയാണ് നിലവിൽ ഓഫർ പ്രൈസ് കിടക്കുക. ടോട്ടൽ 6,009 രൂപയുടെ ബാച്ചാണ്. നിലവിൽ 5,009 രൂപയ്ക്ക് കിട്ടും. 17% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ബുക്കിങ്ങിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോൾ സീറ്റ് ഉറപ്പിക്കാനായിട്ട് പറ്റും. 50 പേർക്ക് മാത്രമാണ് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അവർക്ക് വേണ്ടിയിട്ട് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. 50 പേർക്ക് മാത്രമേ പ്രീ ബുക്കിംഗ് കിട്ടത്തുള്ളൂ. ആകെ ബാച്ചിലേക്ക് 250 സ്റ്റുഡൻസിന് മാത്രമേ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. കൃത്യമായിട്ടുള്ളൊരു മെന്റർഷിപ്പ് അടങ്ങുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടുന്ന, ലൈവുകൾ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 സ്റ്റുഡൻസിന് ഇപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാം. ഈ ഡിസ്കൗണ്ട് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരെ നമ്മുടെ ബാച്ചിലേക്ക് പോവുക. ബാച്ചിൽ പോകുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5,009 രൂപയാണ്. നിലവിൽ നോർമൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 5,009 രൂപയാണ്. ഇവിടെ അവൈലബിൾ ഓഫേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് സ്ക്വാഡ് 10 എന്ന് പറഞ്ഞുകൊണ്ട് 10% ഓഫ് കാണും. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ താഴെ 4,509 എന്ന് പറഞ്ഞുകൊണ്ട് റേറ്റ് മാറും. അപ്പോൾ 25% ഡിസ്കൗണ്ട് അപ്ലൈ ആകും. 4,509. ഇവിടെ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുമല്ല എങ്കിൽ 8281 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 8281 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, 8281 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഓക്കെ, ഇതാണ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത്. കൃത്യമായിട്ട് ഡിറ്റർമിനേഷനോടെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം.